ഹായ്, ഒരിക്കൽ കൂടി എല്ലാവർക്കും കോർഡിനേറ്ററിൻ്റെ വീഡിയോയ്ക്ക് സ്വാഗതം. ലാസ്റ്റ് നമ്മൾ നോക്കിയത് കാറ്റഗറി ഇങ്ങനെ ആഡ് ചെയ്യണം, ഡിലീറ്റ് ചെയ്യണം, ലിസ്റ്റ് ചെയ്യണം എന്നൊക്കെ നോക്കി. ഡാറ്റ ടേബിൾ വെച്ച് ലിസ്റ്റ് ചെയ്തു, പിന്നെ ആഡ് ചെയ്യാനൊക്കെ അതിൽ നമ്മൾ ചെയ്തിട്ടുണ്ടല്ലേ. നമുക്കിതിലിനി ടാഗിൻ്റെ കാര്യങ്ങൾ നോക്കാം. ഞാൻ പറഞ്ഞില്ലേ, പോസ്റ്റ് ആകുമ്പോൾ അതിൻ്റെ കൂടെ ടാഗും കൂടി വേണ്ടി വരും. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് കാറ്റഗറി പോലെ തന്നെ സെയിം മെത്തേഡിൽ നമുക്ക് ടാഗും കൂടി ആഡ് ചെയ്യാം. എല്ലാം സെയിം തന്നെ, നമുക്ക് സ്ലഗ് വേണ്ട, ബാക്കി ടൈറ്റിൽ, ഡിസ്ക്രിപ്ഷൻ, ആക്റ്റീവ് ഇതെല്ലാം അങ്ങനെ കൊടുക്കാം. പക്ഷെ നമ്മൾ ഈ ഡാറ്റ ടേബിളിൻ്റെ കാര്യത്തിൽ ടാഗിൽ സെർവർ സൈഡ് ആയിരിക്കും ലോഡ് ചെയ്യുന്നത്. അത് മാത്രമേ ഡിഫറൻസ്, ബാക്കിയെല്ലാം സെയിം തന്നെ. അപ്പോൾ അതിന് ടേബിൾ നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യണം, ടാഗിൻ്റെ ടേബിൾ ക്രിയേറ്റ് ചെയ്യണമെന്ന് എങ്ങനെ നോക്കാം. അപ്പോൾ ഇതിൽ നോക്കുമ്പോൾ കാറ്റഗറി ടേബിൾ ഉണ്ട്, ക്ലിക്ക് ചെയ്യാം, ഓപ്പറേഷൻസിൽ പോവുക. എന്നിട്ട് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ കോപ്പി ടു എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ടാവും. ഇവിടെ ഒരു കോപ്പി ടേബിൾ ടു, നമുക്ക് അതിലേക്ക് തന്നെയാണ് വേണ്ടത്. ഞാനൊരു ടാഗ്സ് എന്ന് കൊടുത്തു, വേറൊരു ഡിഫറൻസും ഇല്ല. നമുക്ക് സ്ട്രക്ചർ വേണമെങ്കിൽ സ്ട്രക്ചറോ ഡാറ്റയും വേണമെങ്കിൽ അതിൻ്റെ കൂടെ ഒരുമിച്ച് ഇതാവും. ഞാൻ രണ്ടും കൂടി കൊടുക്കുകയാണ്, ഗോ. അപ്പോൾ നമ്മുടെ ഈ ടേബിളിൽ ഇനി നോക്കുമ്പോൾ നമുക്ക് ആ ടാഗും കൂടി വന്നിട്ടുണ്ട്. നമുക്കിതിനെ ഒന്ന് സ്ട്രക്ചറിനെ ഒന്ന് എഡിറ്റ് ചെയ്യാം. നമുക്ക് ID, ടൈറ്റിൽ, ഡിസ്ക്രിപ്ഷൻ, സ്ലഗ് വേണ്ട. സ്ലഗിനെ നമുക്ക് ഡ്രോപ്പ് ചെയ്യാം. അപ്പോൾ അത് ഡ്രോപ്പ് ചെയ്തു. പിന്നെ ആക്റ്റീവ്, ക്രിയേറ്റഡ്, അപ്ഡേറ്റഡ് അതൊക്കെ കിടന്നോട്ടെ, സെയിം തന്നെ. ഇനി ഇതിലെന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ അത് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇതിൻ്റെ മോഡലും മറ്റു കാര്യങ്ങളൊക്കെ. ലിസ്റ്റ് ടാഗ്, പിന്നെ മെനു ക്രിയേറ്റ്, ലിസ്റ്റ് ടാഗും ആഡ് ടാഗും ചെയ്തു. ലിസ്റ്റ് ടാഗ് എടുത്ത് നോക്കുമ്പോൾ ആ സെയിം തന്നെ കാറ്റഗറി ടേബിൾ പോലെ തന്നെ അതാണ് കോപ്പി ചെയ്തിരിക്കുന്നത്. അത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് മാറ്റങ്ങൾ വരുത്താണ്. ടേബിളിൻ്റെ പേരൊന്ന് മാറ്റണം. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ബാക്കിയെല്ലാം സെയിം തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെ ചെയ്തതെന്ന് ഞാൻ കാണിച്ചു തരാം, കോപ്പി ചെയ്തത് എങ്ങനെയാണെന്നുള്ളത്. ഇതിൽ വരിക, നമ്മൾ വിഷ്വൽ സ്റ്റുഡിയോ നമ്മൾ കോഡ് ഓപ്പൺ ചെയ്തു. ഇതിൽ കൺട്രോളേഴ്സിൽ ഒരു കാറ്റഗറി കോപ്പി ചെയ്തു. ഈ കാറ്റഗറി എന്നുള്ള കൺട്രോളർ കോപ്പി ചെയ്തിട്ട് ടാഗ് എന്നുള്ള കൺട്രോളർ ഉണ്ടാക്കി, സെയിം മെത്തേഡ്. അപ്പോൾ അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ടാഗ്സ്, എക്സ്റ്റൻസ്, അഡ്മിൻ കൺട്രോളർ, പിന്നെ ഈ ഫംഗ്ഷനൊക്കെ. അപ്പോൾ നമുക്ക് ടാഗ് മോഡൽ വേണം, ഓപ്പൺ ചെയ്യണം. പിന്നെ അതേപോലെ തന്നെ നമ്മൾ കാറ്റഗറി ചെയ്ത പോലെ ടാഗ് മോഡൽ ഗെറ്റ് ഓൾ ടാഗ്സ് കൊടുക്കണം. എല്ലാം കൊടുത്തു. പിന്നെ അതേപോലെ നമുക്ക് ടാഗ് എന്നുള്ളൊരു ഫോൾഡർ ക്രിയേറ്റ്, വ്യൂവിന് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ ആഡും പിന്നെ എഡിറ്റും ടാഗ്സും ഒക്കെ കോപ്പി ചെയ്തു. ഇതെല്ലാം അതിൽ നിന്ന് തന്നെ കോപ്പി ചെയ്തിട്ടു. കാറ്റഗറീസ് എന്നുള്ള ലിസ്റ്റ് ചെയ്യണമെന്ന് തന്നെ നമുക്ക് ടാഗ്സിലിട്ടു. അതേപോലെ ആഡ് എന്നുള്ള സെയിം തന്നെ അത് കൊടുത്തു. നമുക്ക് ചെറിയ മാറ്റങ്ങൾ വരുത്തിയാൽ മതി ഇനി അതിലൊക്കെ. അതേപോലെ ഇതിൽ പിന്നെ ചെയ്യാനുള്ളത് നമുക്ക് ആഡ് ടാഗ് വേണം. അഡ്മിൻ ടാഗ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു റിസോഴ്സിൽ നമുക്ക് സെറ്റ് ചെയ്യണം. റിസോഴ്സിൽ റൗട്ട്സിൽ നമുക്ക് സെറ്റ് ചെയ്യണം. അതിൻ്റെ പാത്ത് സെറ്റ് ചെയ്ത് കൊടുക്കണം. അത് ഞാൻ ചെയ്തിട്ടുണ്ട് ഓൾറെഡി. ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. സെയിം തന്നെ, നമ്മൾ മുന്നേ ചെയ്ത അതേ മെത്തേഡ് തന്നെ യൂസ് ചെയ്തത്. കോൺഫിഗിൽ പോവുക, ഇത് ഓപ്പൺ ചെയ്യുക. അഡ്മിൻ ആഡ് ടാഗ്, ടാഗ്സ് എന്നുള്ള കൺട്രോളറിൽ ആഡ് ടാഗ്. അതേപോലെ അഡ്മിൻ ടാഗ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാഗ്സ് എന്നുള്ള കൺട്രോളറിലേക്ക് പോകണം. അഡ്മിൻ URL അഡ്മിൻ /edit ടാഗ്, പിന്നെ ഏതെങ്കിലും വാല്യൂ അതിൻ്റെ ID ആണെങ്കിൽ ടാഗ്സ് എന്നുള്ള കൺട്രോളറിൽ അപ്ഡേറ്റിൽ നമ്മൾ ഒരു പാരാമീറ്റർ $1 കൊടുത്ത പാരാമീറ്റർ പാസ് ചെയ്യണം. അതേപോലെ അഡ്മിൻ ഡിലീറ്റ് ടാഗ് എന്നാണെങ്കിൽ ഇപ്പോൾ കാറ്റഗറിയിലെ പോലെ സെയിം തന്നെ കോപ്പി ചെയ്ത് എളുപ്പത്തിന് വേണ്ടി ചെയ്തതാണ്. ഇപ്പോൾ അത്ര ടൈം നമുക്ക് വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് തന്നെ അതേപോലെ ചെയ്തു നോക്കാവുന്നതാണ്. അപ്പോൾ ഞാനിതെല്ലാം വേണ്ടി ടൈപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരുപാട് ടൈം വെറുതെ വേസ്റ്റ് ആവും. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. അപ്പോൾ ടാഗ്സ് എന്നുള്ള എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഡാറ്റ ടേബിൾ അല്ല, നമ്മളിതെല്ലാം യൂസ് ചെയ്യാൻ പോകണം. തൽക്കാലം ഞാനിങ്ങനെ ഇട്ടെന്നുള്ളൂ. ഇപ്പോൾ ടാഗ്സ് എന്നുള്ളത് സെയിം തന്നെ കോപ്പി ചെയ്തിട്ടേക്കാം. ഞാനിവിടെ ID, ടൈറ്റിൽ, ഡിസ്ക്രിപ്ഷൻ, ആക്റ്റീവ്, പിന്നെ ഓപ്ഷൻസ്. അതേപോലെ ഈ ടാഗ്സ് മോഡൽ നോക്കുകയാണെങ്കിൽ ടാഗ്സ് മോഡൽ ഓപ്പൺ ചെയ്യാം. ഇതിൽ നോക്കുമ്പോൾ സെയിം കാറ്റഗറി മോഡൽ കോപ്പി ചെയ്തു. ഇതിൽ ഇതേപോലെ തന്നെ നമുക്കൊരു ഇതിൽ ഒരു ഫീൽഡും കൂടി വേണം, ടൈറ്റിലും ആക്റ്റീവ് മാത്രമേ ഉള്ളൂ. കോപ്പി ചെയ്തപ്പോൾ ഡിലീറ്റ് ആയി പോകേണ്ടത്. ഞാൻ ഡിസ്ക്രിപ്ഷനും കൂടി നമുക്കതിൽ ഇൻപുട്ട് ഫീൽഡിൽ വേണം. ഇതിൽ ഡിസ്ക്രിപ്ഷൻ കൂടി വേണം.
ടൈറ്റിൽ, ഡിസ്ക്രിപ്ഷൻ, ആക്റ്റീവ്. ഈ 3 ഫീൽഡ് നമുക്ക് ഇതിൽ ആവശ്യമുള്ളൂ. ഇനി നമ്മൾ ചെയ്യാനുള്ളത് ഇനി നമുക്ക് ഇവിടെ ചെയ്യാൻ ഒന്നും കൂടിയും റിഫ്രഷ് ചെയ്ത് നോക്കാം. അപ്പോൾ കാറ്റഗറി ടേബിൾ നമ്മൾ കൊടുക്കണം. ആ ടേബിളിൻ്റെ പേരൊന്ന് മാറ്റണം. അപ്പോൾ നമ്മൾ പോകേണ്ടത് എന്താണെന്ന് വെച്ചാൽ വ്യൂസിൽ പോവുക. വ്യൂസ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൽ അഡ്മിനിൽ ടാഗ് ഉണ്ട്. ടാഗ്സ് ഓപ്പൺ ചെയ്യുക. ഇവിടെ കാറ്റഗറി ടേബിൾ നമുക്ക് എടുക്കുന്നുണ്ട്. അത് മാറ്റിയിട്ട് നമ്മളിവിടെ ടാഗ്സ് കൊടുക്കണം. ടാക്സ് ടേബിൾ എന്ന് വന്നു. അത് വന്നു ഇവിടെ. അതവിടെ ചെയ്തു. പിന്നെ ആഡ്, ഇത് കാറ്റഗറിയാണ്, നമുക്കിവിടെ ആഡിൽ പോയിട്ട് നമ്മൾ ചെയ്യാനുള്ളത് ഇവിടെ ബാക്കിയെല്ലാം സെയിം തന്നെ, വേറെ ഒന്നുമില്ല. ആഡ് എന്നുള്ള മുകളിലെ കാറ്റഗറി എന്നുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ കാറ്റഗറിയുടെ പേര് മാറ്റി നമുക്ക് ടാഗ് എന്ന് കൊടുക്കണം. ഇത് നമുക്ക് മാറ്റണം. ഇവിടെ ഇത് കാറ്റഗറിയാണത്, അത് ടാഗ് നെയിം എന്നാക്കണം. ഇതൊക്കെ നമുക്ക് ലാംഗ്വേജ് നിന്ന് എടുക്കുന്നതാണ് ടാഗ്. അതുപോലെ ഈ കാറ്റഗറി എല്ലാം ഞാൻ റീപ്ലേസ് ചെയ്യണം ഇവിടെ. അതിന് എളുപ്പവഴി എന്താ വെച്ചാൽ Ctrl+F അടിക്കുക, Ctrl+H അടിക്കുക. ഇപ്പോൾ കാറ്റഗറി എന്നുള്ളത് റീപ്ലേസ് ചെയ്തിട്ട് ടാഗ് എന്നാക്കുക. എന്നിട്ട് ഇവിടെ എന്ത് ചെയ്യുന്നത് വെച്ചാൽ റീപ്ലേസ് ഓൾ കൊടുക്കുക. അപ്പോൾ എല്ലാ കാറ്റഗറി എന്നുള്ള പേരെല്ലാം ഇതിൽ മാറിയിട്ടുണ്ടാവും. അപ്പോൾ എവിടെയൊക്കെ കാറ്റഗറി ഉണ്ടോ അതൊക്കെ നമുക്ക് ടാഗായി മാറിയിട്ടുണ്ടാവും. ഇവിടെ നമുക്ക് ടാഗ് എന്ന് കൊടുക്കാം. അത് കുറച്ച് അവിടെ ഇവിടെ നമുക്ക് ചെറിയ ചെറിയ മോഡിഫിക്കേഷൻസൊക്കെ ഇതിൽ വേണ്ടി വരും. ഇപ്പോൾ ഡിസ്ക്രിപ്ഷൻ കൊടുത്തു, അതേപോലെ ആക്റ്റീവ് കൊടുത്തു. സ്ലഗ് മാത്രം നമുക്ക് വേണ്ട. അതിൽ സ്ലഗ് നമുക്ക് എടുത്ത് കളയാം. ടാഗിൽ ആഡ് ചെയ്യുമ്പോൾ സ്ലഗ് വേണ്ട, സ്ലഗ് എടുത്ത് കളഞ്ഞു. ഓക്കെ. അതേപോലെ എഡിറ്റ് ആകുമ്പോഴും നമുക്ക് ഇതേപോലെ തന്നെ Ctrl+F അടിച്ച് നമുക്ക് Ctrl+H അടിച്ച് റീപ്ലേസ് ചെയ്യാം. എല്ലാം റീപ്ലേസ് ചെയ്തു. ഇവിടെ ഞാൻ റീപ്ലേസ് ചെയ്തു. പിന്നെ അതുപോലെ തന്നെ സ്ലഗ് എടുത്ത് കളയണം. എല്ലാം കാറ്റഗറിയിൽ നിന്നാണ് വന്നത്. സ്ലഗ് എടുത്ത് കളയാൻ പോവാണ്. ഇവിടെ സ്ലഗ് എടുത്ത് കളഞ്ഞു. ഓക്കെ. ഇനി നമുക്കൊന്ന് റിഫ്രഷ് ചെയ്ത് നോക്കാം വീണ്ടും എന്താ കിട്ടണമെന്ന്. റിഫ്രഷ് ചെയ്യുമ്പോൾ ഇവിടെ ടാക്സ് ടേബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. എഡിറ്റ് ചെയ്ത് നോക്കാം നമുക്ക് ഇതിനെ. എഡിറ്റ് ചെയ്യുമ്പോൾ എഡിറ്റ് ടാഗ്, ഇവിടെ ടാഗ് നെയിം നമ്മൾ ലാംഗ്വേജിൽ നിന്ന് കൊടുത്തിട്ടില്ല, അതുകൊണ്ടാണ് ടാഗ് നെയിം അങ്ങനെ കാണിക്കുന്നത്. അത് നമുക്ക് കൊടുക്കാം. പിന്നെ ആക്സസറീസ് എന്നുള്ള പേര് മാറ്റി നമുക്ക് ഒരു ടാഗ് എന്തെങ്കിലും PHP എന്നുള്ള ടാഗാണെന്ന് നോക്കിയോ, അത് നമുക്ക് ഇപ്പോൾ ആക്റ്റീവ് സബ്മിറ്റ് ചെയ്യുക. വേണ്ടത് അപ്ഡേറ്റ് ചെയ്യും. ടാഗ് അപ്ഡേറ്റ് സക്സസ്ഫുൾ. നമ്മൾ കൊടുത്ത എല്ലാം അതിൽ കൊടുത്ത പോലെ കറക്റ്റായിട്ട് വന്നപ്പോൾ ഈ ടാഗിൻ്റെ ഇനി നമുക്ക് ആകെ ചെയ്യാനുള്ളത് ടാഗ് ഇപ്പോൾ ഡിലീറ്റ് ചെയ്യാനുള്ളതും അത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നു. നമുക്ക് ഞാനത് ഡിലീറ്റ് ചെയ്യുകയാണെങ്കിൽ അത് ചോദിക്കും. യെസ് കൊടുത്തു കഴിഞ്ഞാൽ ഡിലീറ്റ് ആയിട്ട് ടാഗ് ഡിലീറ്റ് സക്സസ്ഫുള്ളി. ഇപ്പോൾ ആ ഡിലീറ്റ് ആയിട്ട് തിരിച്ചു വിട്ട് തന്നു. അപ്പോൾ നമ്മളത് കാറ്റഗറി എന്നുള്ള സെയിം മെത്തേഡിൽ തന്നെ ടാഗും ചെയ്തു. ഈ ടാഗിൽ നമുക്ക് നോക്കാനുള്ളൊരു ആഡ് ചെയ്യുമ്പോൾ കറക്റ്റ് വരുന്നുണ്ടോ എന്ന് മാത്രമേ നോക്കാനുള്ളൂ. അപ്പോൾ ടാഗ് നെയിം നമ്മൾ കൊടുക്കുക. ഞാൻ ടാഗ് നെയിമിൽ കോഡിനേറ്റർ എന്ന് കൊടുത്തു ടാഗ്. ഇപ്പോൾ ഇതിൽ വെറുതെ PHP കോഡിനേറ്റർ സബ്മിറ്റ് ചെയ്തു. കോഡിനേറ്റർ എന്നുള്ളത് ലാസ്റ്റ് വന്നിട്ടുണ്ടാവും, അത് ആഡ് ആയിട്ടുണ്ടാവും. അപ്പോൾ ആഡ്, എഡിറ്റ്, ഡിലീറ്റ് ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് ലിസ്റ്റിംഗ് ആണ്. ലിസ്റ്റിംഗ് മാത്രമേ ഇതിൽ ചെയ്യാനുള്ളൂ. ആ ലിസ്റ്റിംഗ് നമുക്ക് ഇനി ചെയ്യാനുള്ളത് സെർവർ സൈഡ് ലിസ്റ്റിംഗ് ആണ്. അപ്പോൾ അത് നമുക്ക് അടുത്തതിൽ ചെയ്യാം. അപ്പോൾ ടാഗ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യണേ, അതുപോലെ ആഡ് ചെയ്യുന്നത് എങ്ങനെയാണ്, എഡിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഡിലീറ്റ് ചെയ്യണത് എല്ലാം നമുക്ക് ഇതിൽ മനസ്സിലായി. ആ സെയിം കാറ്റഗറി ചെയ്ത പോലെ തന്നെ അത് നിങ്ങൾ ഇതേപോലെ തന്നെ ചെയ്തു നോക്കുക. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ആ ടേബിൾ ആഡ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മനസ്സിലായിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കമൻസിൽ ആഡ് ചെയ്യുക. ഞാനത് റിപ്ലൈ ചെയ്ത് തരാം. അതിൽ ഡൗട്ട് ക്ലിയർ ചെയ്ത് തരാം. താങ്ക് യു.